ഇന്ന് മലയാള സിനിമയിലെ മുൻനിരയിൽ നിൽക്കുന്ന ഗാനരചയിതാക്കളിൽ ഒരാളാണ് വിനായക് ശശികുമാർ. സമീപകാലത്ത് മലയാളത്തിൽ വന്ന ഹിറ്റ് ഗാനങ്ങളെല്ലാം വിനായക് ശശികുമാറിന്റെ തൂലികയിൽ പിറന്നതാണ്. ഗപ്പി, അമ്പിളി, ഭീഷ്മപർവം, രോമാഞ്ചം തുടങ്ങിയ നിരവധി സിനിമകളിൽ ഗാനമെഴുതിയ അദ്ദേഹത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ആശാനാണ്. ജോൺ പോൾ ജോർജിന്റെ സംവിധാനത്തിൽ ഇന്ദ്രൻസ് നായകനായെത്തിയ ആശാനിലെ കുഞ്ഞിക്കവൾ മേഘമേ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു. ഇപ്പോഴത്തെ ക്യൂ സ്റ്റുഡിയോയുമായുള്ള അഭിമുഖത്തിൽ കാഴ്ച സിനിമയെക്കുറിച്ച് വിനായക് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. തന്നെ ഒരുപാട് കരയിപ്പിച്ച സിനിമയാണ് കാഴ്ച എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സിനിമ എത്രത്തോളം നമ്മളെ ഉലയ്ക്കും അല്ലെങ്കിൽ വേട്ടയാടുമെന്ന് മനസ്സിലാക്കി തന്ന ചിത്രമാണ് കാഴ്ച. അങ്ങനെയൊരു അനുഭവമാണ് കാഴ്ച സമ്മാനിച്ചത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ അടർന്നുപോയി. അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അത്ര കാലം ഹ്യൂമർ സിനിമകളും മറ്റുമാണ് കണ്ടിരുന്നത്. അങ്ങനെയിരിക്കെയാണ് കാഴ്ച എന്ന സിനിമ തിയേറ്ററിൽ കാണാൻ പോകുന്നത്. ആ സിനിമ എന്നെ ഹിറ്റ് ചെയ്തങ്ങ് കൊന്നു കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കണ്ട് ഞാൻ ആകെ ഹാർട്ട് ബ്രോക്കൺ ആയി. തിയേറ്ററിൽ ലൈറ്റ് തെളിഞ്ഞിട്ടും ഞാൻ കരയുകയായിരുന്നു. സിനിമ റിലീസായിട്ട് 22 വർഷമായി. ഇപ്പോഴും ആ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഏതെങ്കിലും ഒരു സീനോ കണ്ടാൽ ഞാൻ ഇന്നും കരയും. വിനായക് പറയുന്നു. കുട്ടിക്കാലം ഹ്യൂമർ സിനിമകൾ മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നതെന്നും അങ്ങനെ തനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് കാഴ്ച കാണാൻ പോയതെന്നും വിനായക് പറഞ്ഞു. സിനിമ കണ്ടു കഴിഞ്ഞിട്ടും തിയേറ്ററിൽ ഞാൻ തലതാഴ്ത്തിക്കൊണ്ടാണ് ഇരുന്നതെന്നും അന്ന് വിതുമ്പിക്കരഞ്ഞിരുന്നുവെന്നും കാഴ്ച എന്ന സിനിമ തനിക്ക് വളരെ പേഴ്സണലാണെന്നും വിനായക് കൂട്ടിച്ചേർത്തു. അതേസമയം ഗാനരചയിതാവിൽ നിന്ന് തിരക്കഥാകൃത്ത് എന്ന മേഖലയിലേക്കും കാലെടുത്ത് വെച്ചിരിക്കുകയാണ് വിനായക് ശശികുമാർ. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ച റോസ്ലിൻ എന്ന സീരീസിന്റെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് വിനായക് ആണ്. സുമേഷ് നന്ദകുമാർ സംവിധാനം ചെയ്ത സീരീസിൽ സഞ്ജന ദീപു, വിനീത്, മീന, ഹക്കീം ഷാ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്.